എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൗസോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പോകാൻ പോകുന്നത് ചെമ്പായിലേക്കാട്ടാ. അവിടെ നിന്ന് സോക്കത്താറ് മാൻമർ ബോർഡറിലേക്കാണ് പോകാൻ പോകുന്നത്. രാവിലെ എണീച്ചതുകൊണ്ടാ അതിൻ്റെ സൗണ്ടിൻ്റെയും ഒക്കെ ഒന്ന് പല്ലൂരിന്ന് വെച്ചല്ല. അവരെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് എടുക്കാമെന്ന് വെച്ചാൽ കാലാവസ്ഥയൊക്കെ അടിപൊളിയായിട്ട് നല്ല തണുപ്പുണ്ട്, പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് എടുക്കാട്ടാ. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. കാലാവസ്ഥ കുഴപ്പമില്ല, ചെറിയ രീതിയിൽ വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ചെറിയൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് കുറവാണ്, പിന്നെ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടാ. പുതിയത് മാറിയതാണ്, അതൊക്കെ പൊട്ടിപ്പോയി. ബ്രേക്ക് പാഡ് സീനാണ് കുറച്ച്, ഞാൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടല്ല, സൈക്കിള് കയറ്റത്തിൽ ഇപ്പം കയറല്ല, അതിൻ്റെ എന്തോ ബെയറിങ് എന്തോ ടൈറ്റായിട്ട് ഇരിക്കുന്നതാണ്. അത് ഇതാക്കണം. പോണതിക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഷെഡുകളുണ്ട്. ആളുകളൊക്കെ ഇവിടെ ചില സമയങ്ങളിൽ താമസിക്കും. പിന്നെ കച്ചവടങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ്ട് നടത്തണം. ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഓരോരുത്തർ വഴിയിലിട്ട് വിൽക്കണതാണ് അവിടെ. ഇതേപോലെ ഷെഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നണം ഇപ്പോൾ ഒരു ഏകദേശം 8 മണി ആറായിട്ടുള്ളൂ കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വെയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങും. ഇന്നലെ മഴ ഉണ്ടാകുന്നില്ലേ, ഇന്നലത്തെ മഴയിലുണ്ടായതാണ് ഈ കാണുന്നത്. ശരിക്കും ഈ കാണുന്ന ഇതില്ലേ ഒരു ഭിത്തിയില്ലേ, ഇത് ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ, അതായത് ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. പക്ഷേ ഇന്നലത്തെ ലാൻഡ് സ്ലൈഡിൽ ഇത് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞു വീണ കേട്ടോ. നോക്കിയേ, ഇതും അതുപോലെ ഇടിഞ്ഞ് വീണത് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, മണ്ണൊലിച്ച് വീണതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. എന്താല്ലേ, രാത്രിയിലൊക്കെ റൈഡ് ചെയ്തതിന് ഭയങ്കര ഡേഞ്ചറാട്ടോ, അതും മഴക്കാലത്തൊക്കെ. നമ്മളെ ഇങ്ങനെ എന്നപ്പോൾ നല്ല മഴ പെയ്തട്ടാ. ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നേർന്ന് നല്ല മഴയും കാര്യങ്ങളും പെയ്ത്. അപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട്. ഹായ് ഭയ്യ, ഹായ്, ഹലോ. റെയിൻകോട്ട് ഇടുന്നുണ്ട്, പക്ഷേ റെയിൻകോട്ട് ഇട്ടാലും ചെറിയ ഊട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായാലും മഴ അകത്തേക്ക് കയറും. നമ്മളെ അത് കഴിഞ്ഞിറങ്ങിയേട്ടാ. ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്ത് ഇവിടെ ഇപ്പോൾ പെയ്തിട്ടുണ്ടല്ലോ. മഴ ഇപ്പം അങ്ങാടാണ് പോയേക്കണ. കണ്ടില്ലേ, അവിടെ മഴ ചെയ്യണ്ടോ ഇപ്പം ഉണ്ട്, പക്ഷെ ഇവിടെ മഴയില്ല കേട്ടാ. റോഡേ കുറച്ച് സീനാണ് കേട്ടോ. കണ്ടില്ലേ, വണ്ടിയൊക്കെ തന്നെ കണ്ടില്ലേ. ഓ, പിന്നെയും ഒരു ഹെഡങ്ങേർ റോഡ് കിട്ടിയ കേട്ടോ. ഇതിലൂടെ എങ്ങനെയാണ് പോകുന്നത് തന്നെ ആലോചിക്കണം. കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി എടുക്കണം. വേറൊരു വഴിയില്ല കേട്ടാ. നമ്മൾ അവസാനം ഇങ്ങനെ തന്നെ എടുത്ത് കണ്ടില്ലേ തള്ളിക്കൊണ്ടുപോകണം കേട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് ഒലിച്ച് തന്നെയാണ് മേലിൽ നിന്ന്. കണ്ടില്ലേ, സൈക്കിൾ ഇവിടെ റിപ്പയർ ചെയ്തിട്ടുണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു സെറ്റപ്പാണ്, പുള്ളി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതെങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഒരു കമ്പി എക്സ്ട്രാ കയറ്റുന്നുണ്ട് സ്പെയർ. നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലമായിട്ട് ഇതൊരു പള്ളിയുടെ ഹാളാണ്. എൻ്റെ ഇപ്പുറത്ത് ഒരു പള്ളി കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ പണി കാര്യങ്ങൾ നടന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ നോർമലി പ്രെയറും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇവിടെ ഉണ്ട്. ഇതും ഒരു ഹാള് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ചെറിയ ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഞാനിവിടെ ഷീറ്റ് വിരിച്ച് മാറ്റ് വിരിച്ച് എൻ്റെ സാധനങ്ങളെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻറ്റും എല്ലാം നനഞ്ഞ് ചീഞ്ഞിരിക്കണേന്ന്, ഇതൊക്കെ എല്ലാം നനഞ്ഞിരിക്കുന്നുണ്ടാ. ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റാക്കണം. ആദ്യം പോയി ഫ്രഷ് ആകണം കേട്ടോ. ഫ്രഷായിട്ട് നമുക്ക് എല്ലാം പാക്ക് ചെയ്യാം. പിന്നെ മാഗി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചാൽ മാഗി ഇരിപ്പുണ്ട്, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. കാണാണ് പള്ളി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ പല്ലേക്കാണ്ടി വന്നാണ്, കണ്ടില്ലേ, ഫ്രഷൊക്കെ എടുത്ത് പല്ലൊക്കെ തേക്കാണ്ടി വന്നാണ്. ഇത് ബാത്റൂം വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. കാലാവസ്ഥയൊക്കെ ഉള്ള കേട്ടോ. ആളുകളൊന്നും എണീച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കിടന്നത് ഈ ബിൽഡിങ്ങില്ലേ പുറകെ കാണണം, ഇവിടെ ഉണ്ട് നമ്മൾ കിടന്നതെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മുടെ മാഗി സെറ്റായിട്ടാ കഴിച്ചോണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട് ഇറങ്ങാൻ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്, വെള്ളം ഒന്ന് ഒതുക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. കാലാവസ്ഥ ഉണ്ടല്ലേ, കോടെ ഉണ്ട് അത്യാവശ്യം, പുറത്തൊക്കെ കാണാൻ പറ്റണല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോട്ടാ. പെയ്ത് കഴിഞ്ഞാൽ ആകെ പണിയാവും. കാരണം യാത്രയിൽ ഭയങ്കര സീനാണ് റോഡ്. പിന്നെ എൻ്റെ സൈക്കോട്ടൊക്കെ കീറിപ്പോയി ഫുള്ള് നനഞ്ഞ് ചെയ്യട്ടാ. അതാണ് അവസ്ഥ. നമ്മളങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ മഴ പൊടിയനുണ്ട്. കാലാവസ്ഥയൊക്കെ കണ്ടില്ലേ, അവിടെ കോടയുണ്ട് കേട്ടോ. ഫുള്ള് കോടയും കാര്യങ്ങളാണ്. ആ മലയിലൊക്കെ ഉണ്ട് കേട്ടോ കോടയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഇറങ്ങി പോകാനുണ്ട്. എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലാൻഡ്സ്കേപ്പൊക്കെ നോക്കിയാൽ അടിപൊളിയല്ലേ. ഞാനിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കുറച്ച് ദൂരം ഇറക്കമുണ്ടെന്ന് തോന്നുന്നു.
അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മലയിൽ. അടിയിലൊക്കെ എന്തോ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേളിലൊക്കെ എന്തോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വില്ലേജ് തന്നെയാണ്, പക്ഷെ ഇവിടെ നിന്ന് കയറി പോകേണ്ടി വരുമോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല ചെറിയ രീതിയിൽ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കല്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഴാണ് കേട്ടോ. വന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കിടപ്പുണ്ട്. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല പെരും മഴയായിരുന്നു രാത്രിയിലൊക്കെ. നമ്മളെ ഇങ്ങനെ പോണൊക്കെ കണ്ട കേട്ടോ. ഇവിടെ ഒരു ഗ്ലോബ് കണ്ടില്ലേ, ചൈന, ഇന്ത്യ, ചൈന, തായ്ലാൻഡ്, ബാങ്കോക്ക്, മംഗോളിയ, കസാക്കിസ്ഥാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെ ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഓസ്ട്രേലിയ, ഇപ്പുറത്ത് എനിക്ക് തോന്നുന്നത് അമേരിക്കയും ബ്രസീലൊക്കെ തോന്നുന്നു. ഇപ്പുറത്ത് തന്നെ അമേരിക്ക, ബ്രസീൽ. കൊള്ളാട്ടോ സംഭവം, കൊള്ളാട്ടോ. അൾജീരിയ, സ്പെയിൻ, അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു പണിതണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇതൊരു പാർക്ക് പോലെ ആക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. കാരണം ഇത് കണ്ടില്ല, ഇത്രയും സ്പേസ് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതിൻ്റെ പണി കാര്യങ്ങൾ നടന്നിട്ടിരിക്കണേ. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ പൊടിയാനാണ് കേട്ടോ. കാരണം ഇവിടെ റോഡ് പണിയൊക്കെ പലയിടത്തും നടപ്പുണ്ട്. ശരിക്കും മഴ ഉള്ളതുകൊണ്ട് പലയിടത്തും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ മഴ പെയ്യുന്ന ടൈമിലാണ് പണി തുടങ്ങുള്ളൂ. ഇവിടെ മഴ പെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കണം. എന്നാലും ചെറിയ രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അല്ല, ഇതൊരു ബസ് സ്റ്റോപ്പാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു പാർക്ക് പോലെ സെറ്റപ്പ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കണേന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഇറങ്ങിപ്പോകാനുണ്ട് കേട്ടോ. അത് എനിക്ക് ഏറ്റവും എന്തായാലും പയ്യെ പോവാട്ടോ. ഇവിടെ അത്യാവശ്യം കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോണ റൂട്ടിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ആൾക്കാർ താമസിക്കൊന്നുമില്ല കേട്ടോ. വില്ലേജൊന്നുമില്ല. വില്ലേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അവിടെ നിന്ന് വന്നല്ല, അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കൂടുതലും കൃഷിക്കാരാണ്. ഇവർക്ക് ചെറിയ ഒരു സെറ്റപ്പ് പോലത്തെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും ഇവരുടെ വീട് ശരിക്കും നമ്മൾ താമസിച്ചില്ലേ കോസോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് ശരിക്കും വീട്. അപ്പോൾ ഇവർ ചെറിയൊരു എന്താ പറയുക, ഒരു ഫാം ഹൗസ് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കും. ചില ദിവസങ്ങളിലൊക്കെ ഇവരിവിടെ താമസിച്ച് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയൊരു റിവർ ഒഴുകണല്ലേ. ശരിക്കും ഇതൊരു റിവറല്ല, ഇത് അവിടെ നിന്ന് മഴ പെയ്തിട്ട് വെള്ളം ഒഴുകി വരുന്നതാണ്. ഒരു കനാൽ പോലെ സെറ്റ് ചെയ്തേക്കാണിത്, അല്ലാണ്ട് റിവറൊന്നുമല്ല കേട്ടോ, കനാലാണ് ശരിക്കും ഇത്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ പറയാണ്ട് കേട്ടോ. ഇന്നലെ മാറ്റിയ സംഭവമില്ലേ, അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇതുണ്ടല്ലേ, ഈ കാണുന്ന സംഭവമില്ലേ, ഇതിങ്ങനെ 2 കമ്പി വെച്ചിട്ടുണ്ടല്ലോ, ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചേക്കണ കേട്ടോ. കട്ട് ചെയ്തിട്ട് 1 2 3 4 കണക്കുണ്ടാകും കേട്ടോ. ഇത് 1 2 3 4 കേട്ടോ. ഇതാണ് ഇന്നലെ ഒട്ടിച്ചത്. ഏകദേശം ഉണ്ടല്ലോ, ഒട്ടിച്ചത് ഏകദേശം 200 രൂപ കേട്ടോ. 200 രൂപ. ഞാൻ 100 രൂപ കൊടുത്ത് വേറൊരു ആസാമിലൊരു പുള്ളി 100 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, എത്ര ആവില്ല, ഞാൻ പുതിയ മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ്. ഇത്ര ദൂരം തള്ളി വരാൻ പറ്റുമെങ്കിൽ ശരിക്കും ഞാൻ അവരോട് പറഞ്ഞു പുതിയത് എന്റേക്ക് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പിന്നെ സാധനങ്ങൾ വെക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഇവർ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ മറ്റേ പുള്ളിക്ക് തിരിച്ച് കൊണ്ടുപോയി ഫണ്ട് കൊടുത്ത് പുള്ളി എന്നോട് പറഞ്ഞ് ഞാൻ മനസ്സറിഞ്ഞ തന്നെ, പക്ഷേ എൻ്റെ മനസ്സിലെന്തോ ഒരു ഇതിരിപ്പുണ്ടായിരുന്നു. കാരണം പുള്ളി ഞാൻ അത്ര നേരം ബാർഗെയിൻ ചെയ്ത് അത് കണ്ടിട്ടായിരിക്കും പുള്ളി കൊടുത്തതെന്നൊക്കെ വിചാരിച്ച്. ഏകദേശം 2 കിലോമീറ്ററാണ് ഇന്നലെ രാത്രി റിട്ടേൺ പോയിട്ടാണ് കേട്ടോ ഞാൻ ആ പുള്ളിക്ക് പൈസ കൊടുത്തത്. എന്നാലും കുഴപ്പമില്ല, പക്ഷേ കയറ്റമുണ്ട് കേട്ടോ അത്യാവശ്യം. സാധാരണ ഈ കയറ്റത്തിലേക്ക് കയറി പോണതാണ് നമ്മൾ, പക്ഷേ ചവിട്ടിയിട്ടങ്ങ് കയറല്ല. സൈക്കിളിൻ്റെ പ്രശ്നമുള്ളല്ലെങ്കിൽ നമ്മളെ കുഴപ്പമാണെന്നൊരു പിടിച്ചില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഇതേപോലെ സുമോ വണ്ടികളില്ലേ, ഒരുപാടുണ്ട് കേട്ടോ. ഈ വണ്ടികൾ കൂടുതലും പോണത് ഐസോളിൽ നിന്നാണ്. ഇത് മിക്കവാറും ഐസോൾ ടു ചെമ്പായി വരെ ആയിരിക്കും കേട്ടോ. ഈ വണ്ടി ഒന്നും ഇത് കണ്ടില്ല. സാധാരണ ഐസോളിൽ നിന്ന് ചെമ്പായിലേക്ക് ഉണ്ട്, പിന്നെ അതുപോലെ സിൽച്ചാറിൽ നിന്ന് ചെമ്പായിലേക്ക് ഉണ്ട്, ഗുവാഹട്ടിയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി. പിന്നെ ടാക്സി സർവീസ് ഉണ്ട്. ഏകദേശം 1000 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നോക്കിയേ, ഫുള്ള് ലാൻഡ് സ്ലൈഡ് ആയി വന്നേ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ച് കണ്ടില്ലേ, അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മഴയത്ത് ഒലിച്ച് വെള്ളം ഫുള്ള് ഒലിഞ്ഞ് ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണേക്കണേ കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് പാറക്കെട്ടും പിന്നെ പൂടിയൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞിരിക്കണുണ്ടല്ലേ. ഇതൊരു റോഡാണ്, ഇതൊരു ഹൈവേ ആണിത്. ഇത് ഹൈവേ ആണ് ശരിക്കും. നമ്മളിത് മ്യാൻമറിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 30-something കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനി. പക്ഷേ ഇതൊരു ഹൈവേ ഉണ്ടാ. ഇതിൻ്റെ കണ്ടീഷൻ നോക്കിയേ, ഇവിടെ നിന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇടിഞ്ഞിടിഞ്ഞൊക്കെ വീഴണ്ട കേട്ടോ, ചെറിയ തരികളൊക്കെ പോലെ.
നൈറ്റ് ഈ റൂട്ടൊക്കെ ഉണ്ടല്ലോ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. പിന്നെ വണ്ടിക്കാരൊക്കെ എനിക്ക് തോന്നുന്നു നൈറ്റ് എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ട് പയ്യെ ഒതുങ്ങിയിട്ടൊക്കെ രാവിലേക്ക് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു യാത്രയൊക്കെ. രാവിലെ ആയാലും രാത്രി ആയാലും ഭയങ്കര പണിയാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാലേ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുള്ളൂ മെയിനായിട്ട്. അടുത്തൊരു ഇടങ്ങേറ് വഴി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഒറ്റ വണ്ടിയേ പോകുള്ളൂ ഒരേ സമയം. നോക്കിയേ അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബൈക്കുകാരനുണ്ട്. നൈസായിട്ട് സൈഡിൽ കൂടെ എടുത്താലാന്ന് വിചാരിച്ച് ഇനി പെട്ടുപോയാലാ. റിലാക്സ് ചെയ്ത് വലിയ നമ്മളും പെട്ടുപോടാ. എടുക്കാറുണ്ടല്ലേ, എടുക്കുക എന്തായാലും അല്ലേ. ഇതാണ് കേട്ടോ അവസ്ഥ. ഫുള്ള് മണ്ണൊലിച്ചൊലിച്ച് വന്ന് ആകെ റോഡ് ഇടങ്ങേറായിട്ട് ഇരിക്കുന്നുണ്ടാ. ശരിക്കും മരിച്ചിട്ടാ, മരിച്ച അവസ്ഥയിൽ പോയി. കയറ്റം കയറാനേ ഭയങ്കര സീനാണ് കേട്ടോ. എന്തോ പണി ഇല്ലുണ്ട് സൈക്കിളിന്. ഞാനും നല്ല രീതിയിൽ ടയേർഡായി. കാരണം ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ കുറച്ച് മാഗി കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടാ. റോഡ് നോക്കിയേ, ഇതൊക്കെ മൊത്തം ഈ കല്ലിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീണതൊക്കെ ഉണ്ട് ഇതൊക്കെ. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. കാലാവസ്ഥ കുഴപ്പമില്ല. ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് നല്ല തണുപ്പാണ്. എനിക്ക് ആ കാണാമെന്ന് തോന്നണം. മറ്റേ നമ്മുടെ ചമ്പായി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, ഒരു ടൗണാണ് കേട്ടോ. ഇതിന് കടയുണ്ട്, ഇതിന് കഴിക്കാട്ടോ. സത്യം പറഞ്ഞാൽ പല സമയത്ത് പിശിക്കണുണ്ട്. കാശ് കുറച്ചേ ഉള്ളൂ. മാക്സിമം ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. അപ്പം അധികം ചിലവ് വരില്ല. എന്തായാലും നോക്കണം കേട്ടോ. ഫുഡ് കഴിക്കാൻ ശരിയാവില്ല. എന്തായാലും പയ്യെ കയറാട്ടോ നമുക്ക്. आपका नाम क्या है? आपका नाम क्या है भैया? ഹലോ ഹായ്. അപ്പോൾ നമ്മൾ പോണേക്ക് ഒരു ഫുഡ് ഉണ്ടെന്നിട്ടാ. താങ്ക് യു भैया, താങ്ക് യു. तो मैं वापस इसी रास्ता में आएगा तो उधर है ना, वो उधर है ना आपका कैंप? ये तो एक होटल पड़ेगी ना, हाँ होटल से इधर है ऊपर. अच्छा वो आएगा, वापस आने के तो आएगा. अच्छा हो, താങ്ക് യു भैया. സത്യം പറഞ്ഞാൽ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന കേട്ടാ. നമ്മള് എന്താ പറയാ, മനസ്സുകൊണ്ട് ആലോചിച്ചു പോലെ എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഒന്നും കിട്ടൂല. ഫുഡ് പോയിട്ടൊരു വെള്ളമൊക്കെ എവിടെയെങ്കിലും ഉണ്ട്, പക്ഷെ ഭക്ഷണം കിട്ടൂല കേട്ടാ. കാരണം ഭയങ്കര ഷോക്കാണ് ഈ ഏരിയയിൽ. കാരണം എവിടെയും ഫുഡ് കിട്ടില്ല, കടയും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു സമയത്താണ് അവർ വന്നത്. അവർ ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇങ്ങനെ സ്നാക്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഫുഡ് ഇരിപ്പുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയിക്കോട്ടെ, കൈയൊന്ന് ആരോഗ്യം പോകട്ടെ ഫുഡ് കഴിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ അതാണ് പ്രശ്നം. അങ്ങനെ ഇതേ കറിയുണ്ട്, പരിപ്പ്, ചോറ്, പിന്നെ ഒരു സബ്ജി ഉണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാം. ഞാൻ എന്തായാലും ഫുഡ് കഴിക്കണം, ആഡ് ചെയ്യാനുള്ള. ഞാൻ നോക്കട്ടെ. നമ്മളെ പരിപ്പ് കറിയാണ്, പരിപ്പ് കറി, പിന്നെ ഉരുളൻകിഴങ്ങ് കറി, ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദില് അത് എത്ര പറഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുകയാണ്. ഞാൻ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് അവർ ആ ഒരു ഭക്ഷണം, ഒരു പൊതി ഉണ്ടാകുന്ന അവൻ്റെ കയ്യിൽ ഒരുപാട് ചപ്പാത്തി ഉണ്ടാകാൻ തീർന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും മതി എന്ന് പറയും. അല്ലെങ്കിൽ ഇത് നമ്മൾ പെട്ടു വരട്ടോ. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ എത്തുമ്പോൾ ടൈം നല്ല രീതിയിൽ ലേറ്റ് ആവും കേട്ടോ. എന്തായാലും ഇത് കഴിക്കാൻ, ഈ ഫുഡ് കിട്ടിയതിന് തന്നെ വലിയ സന്തോഷം കേട്ടോ. അല്ലേ, ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇറങ്ങി കേട്ടാ. പക്ഷെ നമ്മൾ ഇന്ന ലൊക്കേഷനില്ലേ, അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടെന്ന് ഞാൻ പറയല് കണ്ടില്ലേ. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴല്ല ആ ഒരു കല്ലുകൾ കണ്ടില്ലേ, അതിന് പ്രത്യേക ഒരു ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഈ ഒരു ഫീലിംഗ് കിട്ടിയില്ല. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇത്രയും മാറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കണ്ടില്ലേ, അതിൻ്റെ ഒരു കട്ടിങ്ങും പിന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പ് നോക്കിയേ. ഇങ്ങനെ ആരൊക്കെ ഇങ്ങനെ കുത്തി പണിത പോലത്തെ ഒരു ഫീൽ തോന്നുന്നുണ്ട് കണ്ടിട്ട്. കയറ്റം ഉണ്ടോ, നല്ല കയറ്റമുണ്ട്. ചവിട്ടിയിട്ടൊന്നും കയറാനല്ല കേട്ടോ. എനിക്ക് തോന്നണം ആ കാണുന്നതാണ്ട ചമ്പ എന്ന് പറഞ്ഞ സ്ഥലം, അവിടം വരെ കയറാനുണ്ട്. എന്തായാലും പയ്യെ കയറാട്ടോ നമുക്ക്. അവിടെ കണ്ടപ്പോൾ ഒരാൾ വണ്ടി ഒതുക്കിയേട്ടാ. ഹായ് ഭയ്യ. अच्छा अच्छा, आपका नाम क्या है? अच्छा, आपका नाम क्या है भैया? मेरा नाम पिक्चरदास. अच्छा, आपका? मेरा नाम तो इतना पहाड़ी में साइकिल से आ रहा है, मुश्किल है थोड़ा. रास्ता कैसे उधर? बहुत खराब है. अच्छा अच्छा साइकिल से अच्छा अच्छा. പിന്നെ കയറി വന്ന ടൈമിലാട്ടോ അവരെ കണ്ടത്. ഭയങ്കര സന്തോഷം. ഇതേപോലെ ആൾക്കാരെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ല വേറെ തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ അടുത്ത കാഴ്ച നോക്കി.
ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ, മെയിനായിട്ടുള്ള അവസ്ഥ ഇതാണ്. ഇനിയിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അവിടെ കണ്ടില്ലേ വഴി സെറ്റായിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും, വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ കേട്ടോ, ഇവിടുത്തെ മെയിൻ അവസ്ഥ ഇതാണ്, ലാൻഡ് സ്ലൈഡിങ് ആണ്. പിന്നെ അതേപോലെ മഴ കേട്ടോ, തൽക്കാലം ഇപ്പോഴത്തേക്ക് മഴ ഇല്ലെങ്കിലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പയ്യെ പയ്യെ പോവാട്ടോ അങ്ങോട്ട്, കാരണം റോഡ് സീനാണ്. കാരണം ഏത് റൂട്ട് സഞ്ചരിച്ചാലും ഇതാണ് പ്രശ്നം കേട്ടോ. അവരും പറഞ്ഞ റോഡ് ഭയങ്കര മോശം എന്നാണ് പറഞ്ഞാൽ. അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പയ്യെ പോകട്ടോ, വണ്ടി പോകണ്ടില്ലേ. ഇവിടെ റോഡ് ഒതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ. അപ്പോൾ മറ്റേ JC പോലത്തെ സാധനത്തിൽ ടിപ്പറിലേക്ക് ലോഡ് ചെയ്തിട്ടിങ്ങനെ കണ്ടില്ലേ. ഇത് ഫുള്ള് ഇനി ഒതുക്കണം കേട്ടോ. ആ മല ഇങ്ങനെ ഒലിച്ച് വന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ചെറിയ രീതിയിൽ മഴ കാര്യങ്ങൾ പൊടിയുന്നത് കേട്ടോ. അവിടുത്തെ ചമ്പായി എന്ന് പറഞ്ഞാൽ ടൗൺ നോക്കിയേ, അത്യാവശ്യം കോടയൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ അത് മൂടും ഫുള്ള് കോടയൊക്കെ വന്നിട്ട്. കാരണം മഴ പൊടിയുണ്ട്. എൻ്റെ പുറകിലേക്ക് നോക്കിയാൽ അതിനും വലിയ വ്യൂ ആണ്. അത് നോക്കിയേ, അടിപൊളിയായിട്ട് കോട തന്നെ കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അല്ല, നമ്മൾ പോണ വഴിക്കൊക്കെ ഇതേപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അടിപൊളിയാണ്. അല്ല കിടിലം വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഒഴുകി വരുന്നത്. മലയിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളമുണ്ട് കാണുന്നത്. നമ്മൾ ചമ്പയെത്താറായിട്ടാ, 2 കിലോമീറ്റർ ഉള്ളൂ. റോഡ് നോക്കിയേ, വണ്ടി കിടന്ന് പാളന കേട്ടാ. ഓ സുമോയാണ്, നല്ല രീതിയിൽ പെടാപ്പാട് വരണ്ട കേട്ടോ. പയ്യെ പയ്യെ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലേ ചമ്പായി എത്തി. ഇനി ഇത്തിരി കൂടെ പോകണം കേട്ടോ മേലിലേക്ക്. നമുക്കെന്തായാലും റിസ്ക്കാണ്ടോ. നമുക്കെന്തായാലേ പയ്യെ പയ്യെ കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓ അത് ഭയങ്കര ഇതിലാണ്. എടുക്കണേനൊരു ഇത് വേണം കേട്ടോ, കഴിവ് വേണം കേട്ടോ. ഓ എടുത്തോണ്ട് പോയിട്ടാ. ഓ സീന്.